ഹായ്, ഇന്ന് രാവിലെ തന്നെ അടുക്കളയിലേക്ക് അംഗത്തിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാനാണ്. ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ച് ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് നെയ്യിലൊന്ന് റവയൊന്ന് ചൂടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ചൂടാക്കിയെടുത്ത് അടുത്ത സ്റ്റൗവിൽ ഞാൻ ചോറ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പൊന്നുവിന് ഇന്ന് ചോറ് കൊടുത്തു വിടണം. ഇന്ന് ആനിവേഴ്സറി ആണ്. അപ്പോൾ റവ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള എല്ലാം കൂടെ വഴറ്റുകയാണ് കേട്ടോ. കടുകിട്ട് ഇതെല്ലാം കൂടെ വഴറ്റി ക്യാരറ്റും ബീൻസും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത് വേഗം ഒന്ന് വെന്ത് കിട്ടാനും കേട്ട്. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാം. അപ്പോഴാണ് കഞ്ഞി തിളച്ചത് ഊറ്റിയിട്ടു. കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പുമാവിൻ്റെ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളം വയ്ക്കാം. വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരുവാണ് കേട്ടോ. വാട്ടർ കണക്ഷൻ്റെ വെള്ളമാണ് ഇവിടെ കിട്ടുന്നതേ. അപ്പോൾ പൊന്നു ഒട്ടും കുടിക്കില്ല വെള്ളം, ഒരു ചുവ വ്യത്യാസമാണെന്ന് പറഞ്ഞ്. അപ്പോൾ യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്ന കാരണം പുറത്തുനിന്ന് വെള്ളം വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ആ സമയത്ത് ഞാൻ റവയിട്ട് ഇളക്കി കേട്ടോ, കാരണം നന്നായിട്ട് തിളച്ചായിരുന്നു. 8:30 പോകണമെന്നാണ് പൊന്നു പറഞ്ഞത്. രാവിലെ തന്നെ പ്രോഗ്രാമൊക്കെ തുടങ്ങും. ഡാൻസിനുണ്ട്. അമ്മ വരുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഈ മുത്തിനെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും കാണാനും പറ്റില്ല, നമുക്കവിടെ ഇരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോയൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ വർഷം പ്രഗ്നൻ്റ് ഇത് കൂട്ട് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് ഇരുന്ന കാരണം പോയില്ല. ഈ വർഷവും പോയില്ല. അതിനു മുമ്പൊക്കെ പോകുമായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് തോരനായിട്ട് കൊടുത്തു വിടുന്ന ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ചോപ്പറിനകത്തിട്ടൊന്ന് ചോപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കുറേ വർഷമായി എനിക്ക് വാങ്ങിച്ചിട്ട്. പെട്ടെന്നുള്ള പണിക്കൊക്കെ എളുപ്പമാണ് കേട്ടോ. അതിനകത്തേക്കൊന്ന് മുറിച്ചിട്ടിട്ട് 2 വലി വലിച്ചാൽ ഈ കൊത്തി പിടിച്ച അരിയുണ്ടല്ലോ. പച്ചമുളകും സവാളയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. പച്ചമുളകും സവാളയും ഇട്ട് ഒന്ന് വഴറ്റി പെട്ടെന്ന് തന്നെയുള്ള കറികളാണ് കേട്ടോ. ഇത് തന്നെയാണ് നമുക്ക് ഉച്ചയ്ക്ക് എടുക്കണത്. വേറെ സെപ്പറേറ്റ് ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് രാവിലെ തന്നെ വേഗം പണിയും കഴിയുമല്ലോ ചോറ് കൊടുത്തിടുവാണെങ്കിൽ. ഇത്തിരി ഉപ്പ് ഇട്ട് ഇനി ബീട്രൂട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്നാവും. ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല. തേങ്ങ ചേർക്കും തോരനാവുമ്പം. അപ്പോൾ കുറേ നേരമായി ഞാൻ ഈ വെള്ളം തിളയ്ക്കുന്നില്ലല്ലോ എന്ന് നോക്കുന്നത്. വെള്ളത്തിന് തിളയ്ക്കാൻ ഇച്ചിരി മടിയാണെന്ന് തോന്നുന്നു, കുടിക്കാനുള്ള വെള്ളമേ. അപ്പോൾ അതൊന്ന് വേകട്ടെ. വേകുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ഓംലേറ്റും കൂടെ പൊന്നിന് കൊടുത്തു വിടാൻ റെഡിയാക്കണം. കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ തേങ്ങ ചിരണ്ടി ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അതുകൂടി ഇട്ടിട്ടാണ് അടുത്ത പണിക്ക് പോകുന്നത്. പെട്ടെന്ന് തന്നെയാവും. വേറെ ചാറുകറി ഒന്നും വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ ഒരു കുഞ്ഞ് മുളകേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഓംലെറ്റിന്. കാരണം പൊന്നുവിന് ഉള്ളി പിന്നെയും കുഴപ്പമില്ല, പക്ഷേ മുളക് പറ്റൂല. അപ്പം മുട്ട പൊട്ടിച്ച് വെച്ചു. 1 സ്പൂൺ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. മുട്ട പൊരിക്കുമ്പോൾ വെള്ളം 1 സ്പൂൺ വെള്ളമോ പാലോ ഒഴിക്കുവാണെങ്കിൽ ഉച്ചയ്ക്കല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഒരു റബ്ബർ പോലെ ഇരിക്കുന്നതൊക്കെ പോയി നല്ല സോഫ്റ്റ് ആയിരിക്കും മുട്ട പൊരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ കറി ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു വാട്ടം ഉണ്ടായിരുന്നു ബീട്രൂട്ടിന്, അതുകൊണ്ട് വേകാനൊരു മടി പോലെയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ മതി. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച്, ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കാത്ത കാരണം ഞാനത് ചീനച്ചട്ടിയിലിട്ട് ചുറ്റിക്കുന്നതാണ് കേട്ടോ. ഏത് സമയത്താണോ മേത്തേക്ക് വീഴുന്നത്. എന്തായാലും ഭാഗ്യപരീക്ഷണം പോലെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ മുട്ട പൊട്ടിച്ചത് ഒഴിച്ചിട്ടോ. ഇനിയിപ്പോൾ ചോറ് പകർത്താൻ ചോറായിട്ടുണ്ട്. പൊന്നു അവിടെ നിന്ന് വിളിച്ചു പറയണ്ട, ഉള്ള ചോറെല്ലാം കോരിയിടരുത്, കുറച്ച് മതി, കളിക്കണതിൻ്റെ ഇടയ്ക്ക് ചോറിനാനൊന്നും സമയമില്ലാന്ന്. വലിയ ധൈര്യമായിട്ട് പോയി തോരൻ വെച്ച എൻ്റെ ചട്ടി എടുത്തതാണ്. നല്ല ചൂടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് കൈ പൊള്ളി. രാവിലെ ഇങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരുടെയും വീടുകളിലും ഉണ്ടാകുന്നത്. വാങ്ങിച്ച മാങ്ങാച്ചാറാണ് കേട്ടോ, നമ്മൾ വീട്ടിലിട്ടതല്ല. മാങ്ങയുടെ സീസണൊക്കെ ആയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് വീട്ടിലിടണം. ഒരു മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്ന് പൊന്നുവിൻ്റെ ഞങ്ങളുടെ രാവിലത്തെ ഉച്ചയ്ക്കത്തെയും ഭക്ഷണം ഇതാണ് കേട്ടോ, ഉപ്പുമാവ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.